تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും കാത്തു സൂക്ഷിച്ച് ഈമാനും തഖ്വയും മുറുകെ പിടിച്ച് മുന്നേറണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, അതിശക്തമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ആത്മാർത്ഥമായി നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് വീട് എന്നത്.
എത്രയോ മനുഷ്യന്മാർ താമസിക്കാൻ ഒരു ഇടമില്ലാതെ, രാത്രി തലചായ്ക്കാൻ ഒരു സ്ഥലമില്ലാതെ പാതയോരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലുമെല്ലാം തങ്ങളുടെ രാവിനെ കഴിച്ചുകൂട്ടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ആ മഹനീയമായ അനുഗ്രഹത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയുകയാണ്. സത്യത്തിൽ വീട് അല്ലാഹുവിൻ്റെ അപാരമായ ഒരനുഗ്രഹമാണ്. ഒരുപാട് മേഖലകളിലൂടെ നാം ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഗൗരവം ബോധ്യമാകും. ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംഗമസ്ഥാനമാണ് നമ്മുടെ വീടുകൾ. നമ്മുടെ വീടിൽ നാം എത്ര യാത്ര കഴിഞ്ഞാണെങ്കിലും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആശ്വാസം, വീട്ടിൽ നിന്ന് ദൂരെയെങ്ങാനും നാം യാത്ര ചെയ്താൽ എത്രയും വേഗം എൻ്റെ വീട്ടിലെത്തണമെന്ന മനുഷ്യൻ്റെ ചിന്ത നമ്മുടെ വീടുകളോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് സൂചിപ്പിക്കുന്നത്. ഉഷ്ണകാലത്തിൻ്റെ ചൂടിൽ നിന്നും ശൈത്യകാലത്തിൻ്റെ തണുപ്പിൽ നിന്നുമെല്ലാം നമുക്ക് രക്ഷ പകരുന്നത് നമ്മുടെ ഭവനങ്ങളാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വീടുമായി ബന്ധപ്പെട്ടവർ ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. വിശ്വാസിയുടെ വീട് അവൻ്റെ ആരാധനാലയം കൂടിയാണ്. പള്ളിയിൽ മാത്രമല്ല അവൻ ആരാധന നടത്തേണ്ടത്, അവൻ്റെ വീട്ടിലും അവൻ ആരാധനകളുണ്ട്. ആ വീട്ടിൽ വെച്ചാണ് അവൻ്റെ കുടുംബത്തെ അവൻ വളർത്തുന്നത്. ആ വീട്ടിൽ വെച്ചാണ് പ്രായമേറിയ അവൻ്റെ മാതാപിതാക്കളെ അവൻ പരിചരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വീട് സമാധാനത്തിൻ്റെ ഉറവിടമാണ്, ആശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്, ശാന്തിയുടെ സംഗമസ്ഥലമാണ്. വിശുദ്ധ ഖുർആൻ ഈ അർത്ഥത്തിൽ ഈ മഹനീയമായ അനുഗ്രഹത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് കാണാം. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 80-ാമത്തെ വചനത്തിൽ അല്ലാഹു ഈ അനുഗ്രഹത്തിൻ്റെ വില മനുഷ്യരായ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് വിശ്രമ കേന്ദ്രം നിശ്ചയിച്ചിട്ടുണ്ട്. ജനങ്ങളെ, അല്ലാഹു നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് സമാധാനം നിശ്ചയിച്ചിട്ടുണ്ട്. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ തസ്തഖിഫൂനഹാ. നിങ്ങൾക്ക് കാലികളുടെ തോലുകൾ ഉപയോഗിച്ച് വീടുണ്ടാക്കാനുള്ള സൗകര്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അവൻ്റെ അനുഗ്രഹമാണ്. പുരാതനമായ വീടിൻ്റെ, അതല്ലെങ്കിൽ പുരാതന കാലത്തുണ്ടായിരുന്ന വീടിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് ഖുർആൻ ഇവിടെ ഉണർത്തിയത്. ആ വീട് നിങ്ങൾക്ക് വളരെ ലഘുവായി ഉപയോഗിക്കാൻ കഴിയുന്നു. യൗമ ലഅനിക്കും വ യൗമ ഇഖാമത്തിക്കും. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തും നിങ്ങൾ വീട്ടിൽ താമസിക്കുമ്പോഴുമെല്ലാം നിങ്ങളുടെ വീടുകൾ നിങ്ങൾക്കൊരു വിശ്രമ സ്ഥലമാണ്, നിങ്ങൾക്കുള്ള സമാധാനത്തിൻ്റെ ഗേഹമാണ് നിങ്ങളുടെ വീടുകൾ. വിശുദ്ധ ഖുർആൻ വീടിനെ സംബന്ധിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യന് സമാധാനം കിട്ടേണ്ടത് അയാളുടെ വീട്ടിൽ നിന്നാണ്. ഒരു മനുഷ്യന് ശാന്തി പകരേണ്ടത് അയാളുടെ വീട്ടിൽ നിന്നാണ്. നമ്മുടെ ഭവനങ്ങൾ ശാന്തി നികേതനുകളാകണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് മനുഷ്യർ താമസിക്കുന്ന വീടിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യമാണിത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമാധാനം പലപ്പോഴും ഇന്ന് പല ഭവനങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പല വീടുകളിലും സമാധാനത്തിന് പകരം സ്വസ്ഥത നഷ്ടപ്പെടുകയും അസ്വസ്ഥരായി കഴിഞ്ഞുകൂടുകയും ആ വീട്ടിൻ്റെ അകത്ത് താമസിക്കുന്ന മെമ്പർമാർ തന്നെ പരസ്പരം സ്വരച്ചേർച്ചയില്ലാതെ വളരെ പ്രയാസത്തോടുകൂടെ കഴിഞ്ഞുകൂടുന്ന എത്രയോ മുസ്ലിം വീടുകളുണ്ട്. എന്തേ ഇതിനുള്ള കാരണം?
അവിടെയുള്ള ആ വീട്ടിലെ പ്രധാനപ്പെട്ട അംഗങ്ങളായ ഭാര്യയും ഭർത്താവും അവർക്കിടയിലുള്ള അസ്വസ്ഥതകൾ, അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ വീട്ടിൽ വളർന്നു വരുന്ന മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം അനുദിനം വഷളായിക്കൊണ്ടിരിക്കൽ, അവിടെ അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങൾ വിസ്മരിക്കൽ, ഇതെല്ലാം ഒരു വീട് സമാധാനത്തിൽ നിന്ന്, ശാന്തിയിൽ നിന്ന് അസ്വസ്ഥതയിലേക്ക് നീങ്ങാൻ കാരണമാകുമെന്ന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ വീട്ടിൽ സമാധാനമുണ്ടാകണം. ഒരു കുടുംബമാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന് പ്രധാനമായ പങ്ക് വഹിക്കുന്നത്. ധാരാളം കുടുംബങ്ങളാണ് ഒരു സമൂഹമായി തീരുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായും കുടുംബത്തിൽ സമാധാനമുണ്ടായെങ്കിലേ ഒരു സമൂഹത്തിൽ സമാധാനം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് കുടുംബമാണ് അടിസ്ഥാനപരമായി നന്നാകേണ്ടത്. കുടുംബത്തിലാണ് സമാധാനമുണ്ടാകേണ്ടത്. ഭവനങ്ങളിലാണ് സമാധാന അന്തരീക്ഷം നിലനിൽക്കേണ്ടത്. അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന്, മോശമായ സംസ്കാരം വെച്ചു പുലർത്തുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു നല്ല തലമുറ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ചെറുപ്പം മുതൽ തന്നെ അശാന്തിയും അസ്വസ്ഥതയും കണ്ടു വളർന്ന കുട്ടികൾ പ്രായമാകുമ്പോഴും ആ ഒരു വീട്ടിലെ അന്തരീക്ഷം അവരെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വീടുകൾ സമാധാനമുള്ളതാകണം. അതിനെന്ത് ചെയ്യണം നമ്മൾ? അതിന് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആ വീട്ടിലെ രക്ഷിതാവാണ് വീട്ടുകാരുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവൻ. ആ വീട്ടിലെ ഗൃഹനാഥനാണ് അവിടെയുള്ള മെമ്പർമാരുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടയാൾ. നാളെ ആഖിറത്തിൽ അയാളോടത് ചോദ്യം ചെയ്യും. ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യും. തന്റെ വീട്ടിലെ അംഗങ്ങളെ ഇസ്ലാമികമായ അധ്യാപനങ്ങൾക്കനുസരിച്ച് വളർത്തേണ്ടത് ഗൃഹനാഥന്റെ ഉത്തരവാദിത്വമാണ്. ആ വീട്ടിലെ അംഗങ്ങളോട്, തന്റെ ഭാര്യയും മക്കളുമാകുന്ന കുടുംബത്തോട് തന്റേതായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ഒരു രക്ഷിതാവിന്റെ ബാധ്യതയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹ തആല സായിലുൻ കുല്ല റാഇൻ അമ്മസ്തറാഉ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരോടെല്ലാം ആ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നതാണ്. എല്ലാവരെയും അല്ലാഹു അവരുടേതായ അവർക്ക് നിർവഹിക്കേണ്ടതായ ചില ഡ്യൂട്ടി അല്ലാഹു എല്ലാ മനുഷ്യരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും ചില അമാനത്തുകൾ റബ്ബ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അമാനത്തുകളെല്ലാം നാളെ മഹ്ശറിൽ അല്ലാഹു വിചാരണ ചെയ്യും, സംശയം വേണ്ട. എങ്ങനെയാ, എന്താ റബ്ബിന്റെ ചോദ്യം? അഹഫിള ദാലിക, നിങ്ങളെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം നിങ്ങൾ സൂക്ഷിച്ചുവോ? അം ലയ്യഅഹു, അതല്ല അത് നിങ്ങൾ പാഴാക്കിയോ? നിങ്ങൾ ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? അതല്ല അതിനെ സംബന്ധിച്ച് നിങ്ങൾ ബോധവാന്മാരാകാതെ അത് പാഴാക്കുകയാണോ നിങ്ങൾ ചെയ്തത്? ഇത് എല്ലാവരോടുമുള്ള ചോദ്യമാണ്. എന്നിട്ട് നബി തങ്ങൾ അവസാനം പറയുകയാണ്, ഹത്താ യുസ്അലർ റജുല, ഒരു മനുഷ്യനോട് അല്ലാഹു ചോദ്യം ചെയ്യുന്നതാണ്. ഒരു ഗൃഹനാഥനോട് റബ്ബ് ചോദ്യം ചെയ്യുന്നതാണ്. ഒരു വീട്ടിലെ ഉത്തരവാദിത്വമുള്ള രക്ഷിതാവിനോടും അല്ലാഹു ചോദിക്കുന്നതാണ്. ആരെ സംബന്ധിച്ചാ ചോദിക്കുന്നത്? അന്നഹ്ലി ബൈത്തിഹി, ആ വീട്ടിൽ തന്റെ കീഴിൽ ജീവിക്കുന്ന ഭാര്യയും തന്റെ ചിലവിൽ ജീവിക്കുന്ന തന്റെ മക്കളും, അങ്ങനെ തന്റെ കീഴിൽ ആരൊക്കെയാണോ ആ വീട്ടിലുള്ളത് അവരുടെ കാര്യം അല്ലാഹു ചോദ്യം ചെയ്യുന്നത് രക്ഷിതാവിനോടാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമുക്ക് വളരെ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെ കുടുംബത്തിൽ ഞാൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം ഏതാണ്? എന്റെ വീട്ടിൽ ഞാൻ ചെയ്യേണ്ട ജോലി ഏതാണ്? എന്റെ ഭാര്യയോട് ഞാൻ ചെയ്യേണ്ട കടമകൾ ഏതാണ്? എന്റെ കുട്ടികളോട് ഞാൻ ചെയ്യേണ്ട ബാധ്യത ഏതാണ്? എല്ലാം നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തെങ്കിലേ നമുക്കത് നിർവഹിക്കാനാകൂ. ഒരു വീട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, ഒരു മുസ്ലിം അവന്റെ വീട്ടിൽ പാലിക്കേണ്ട ചില നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
അതാണ് എന്റെ ഖുത്ബയിലൂടെ പ്രധാനമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ സമാധാനം കളിയാടാൻ നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞ ചില നിയമങ്ങൾ, അത് നമ്മൾ സൂക്ഷിക്കാറുണ്ടോ? ആ മേഖലയിൽ നമ്മുടെ നിലപാടെന്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഏതെല്ലാമാണ് നമ്മുടെ വീട്ടിൽ സമാധാനം നിലനിൽക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അതിനുള്ള ഒന്നാമതായി ഇസ്ലാം നിർദ്ദേശിച്ച മാർഗം നമ്മുടെ ഭാര്യ നന്നാകലാണ്. കഴിഞ്ഞ എന്റെ ഖുത്ബയുടെ ബാക്കി എന്നോണമാണ് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. ഒരു വീട്ടിൽ പെണ്ണാണ്, ഒരു വീട്ടിലെ ഭർത്താവിന്റെ ഭാര്യ, വീട്ടിൽ ഭരണം നടത്തുന്ന രാജ്ഞിയായ പെണ്ണിനെ അങ്ങനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത്, ഭാര്യയെ. ആ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഭാര്യ, അതല്ലെങ്കിൽ ഒരു പെണ്ണ് വീട്ടിൽ, ആ വീട്ടിന്റെ രാജ്ഞിയാണവൾ, ആ വീട്ടിൽ ഭരണം നടത്തേണ്ട ഭാര്യയാണവൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത് പെണ്ണാണ്. ആ പെണ്ണ് നന്നാകലാണ് ഒരു ഭവനത്തിൽ സമാധാനത്തിനുള്ള ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യുവാക്കളോട് പറഞ്ഞു, നിങ്ങളൊരു കുടുംബം, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നില്ലേ യുവാക്കളെ? നിങ്ങളൊരു വീട്ടിൽ നിങ്ങളുടെ കുടുംബവുമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? എങ്കിൽ ഇരു ലോകത്തും നിങ്ങൾക്ക് രക്ഷ പകരാൻ, രക്ഷ ലഭിക്കാനുള്ള കാരണം പറയട്ടെ. യുവാക്കളോട് ആദ്യമായി ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ വിവാഹം ചെയ്യുമ്പോ ഭൗതികമായ ഒരു മാനദണ്ഡവുമല്ല നിങ്ങൾ അതിനുവേണ്ടി പരിഗണിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇസ്ലാം അടിസ്ഥാനപരമായ ചികിത്സയാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഭൗതികമായ ഒരു മാനദണ്ഡം നിങ്ങൾ പരിഗണിക്കേണ്ട. അത് നിങ്ങൾക്ക് പരിഗണിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ എന്തും ചെയ്യാം, അതൊരു വിഷയമല്ല. പക്ഷേ നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം നിങ്ങൾക്ക് കൈമോശം വന്നാൽ പിന്നീട് നിങ്ങൾ അനുഭവിക്കേണ്ടത് പ്രയാസമായിരിക്കും, ദുരിതമായിരിക്കും. അതുകൊണ്ട് തന്നെ മഹാനായ നബി തങ്ങൾ യുവാക്കളായ ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ വധുവിനെ തെരഞ്ഞെടുക്കുമ്പോ മതമുള്ള, റബ്ബിനെ സംബന്ധിച്ച് ബോധമുള്ള, അള്ളാഹുവിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ആ നിലക്കുള്ള ഒരു പെണ്ണിനെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ വീട്ടിലെ സമാധാനത്തിന് വലിയ പങ്ക് പെണ്ണിനുണ്ട്, വലിയ പങ്കുണ്ട്. ആ വീട്ടിലെ കുട്ടികളെ വളർത്തേണ്ടത് ഒരു ഭാര്യയാണല്ലോ, ഉമ്മയാണല്ലോ. കുട്ടികൾക്ക് നല്ല സംസ്കാരം പകർന്നു കൊടുക്കാൻ ഉമ്മക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടികൾ തന്നെ ആ വീട്ടിന്റെ ഒരു തലവേദനയായി മാറും. ആ കുട്ടികൾ തന്നെ ആ വീട്ടിന്റെ ആ സ്വസ്ഥത നഷ്ടപ്പെടുത്തും. അതിൽ തർക്കം വേണ്ട. അപ്പോൾ നല്ല സംസ്കാരം പകർന്നു കൊടുക്കാൻ ഭാര്യക്കാകണം. നല്ല സാംസ്കാരിക ബോധമുള്ളവളാകണം പെണ്ണ്. മാത്രമല്ല, അവൾക്ക് നല്ല സ്വഭാവം വേണം. കാരണം എന്തേ? നല്ല പെണ്ണായെങ്കിലേ നല്ല മക്കൾ വളർന്നു വരികയുള്ളൂ. ഇസ്ലാം പഠിപ്പിക്കുന്ന മൊത്തത്തിലുള്ള ഒരു കാര്യം, നല്ല ഭൂമിയിൽ നിന്നേ നല്ല വിളവ് കിട്ടൂ, ഫലഭൂഷ്ടമായ മണ്ണിൽ നിന്നേ നല്ല വിളവുകൾ ലഭിക്കൂ. മോശമായ മണ്ണാണെങ്കിൽ അതിൽ നിന്ന് ശുഷ്കമായ വിളവേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കൃഷിയിടമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ്. അതുകൊണ്ട് ആ കൃഷിയിടം ഫലഭൂഷ്ടമായതായില്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വിളവ് ശുഷ്കമാകാം. അതുകൊണ്ട് പെണ്ണെന്ന് പറഞ്ഞാൽ വീട്ടിന്റെ മെയിൻ കവാടമാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതാ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഒരു ഭവനത്തിന്റെ, ഒരു വീടിന്റെ മെയിൻ കവാടം, ഉമ്മറപ്പടി എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. നിങ്ങൾക്ക് തിരിയോ എന്നറിയില്ല. ആ വീടിന്റെ ഉമ്മറപ്പടി ഒരു ഭാര്യയാണ്. ഭാര്യ നന്നായില്ലെങ്കിൽ, പെണ്ണിന്റെ സ്വഭാവം മോശമായ ആ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങൾക്കറിയുമോ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരു പാഠം നിങ്ങൾക്ക് തരട്ടെയോ? ചരിത്രത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വാർദ്ധക്യത്തിൽ ഖലീലുള്ളക്ക് ഒരു മോനെ അല്ലാഹു കൊടുത്തു, ഇസ്മായിൽ അലൈഹിസ്സലാം. അങ്ങനെ ആ മോനെ കിട്ടി. വല്ലാത്ത സന്തോഷം, ഒരു കുഞ്ഞിക്കാല് കണ്ടതിന്റെ സന്തോഷം. അങ്ങനെ അതാ റബ്ബിന്റെ അടുത്ത കൽപ്പന, മോനെയും തന്റെ പ്രിയപ്പെട്ട ജീവിത സഖിയെയും മണലാരണ്യത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം, മക്കയിൽ കൊണ്ടുവന്നാക്കണം, എന്നിട്ട് തിരിച്ചു പോകണം. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മോനെയും ഭാര്യയെയും എവിടെ കൊണ്ടുവന്നു? പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികിൽ. അന്ന് കഅബയില്ല. ആ കഅബാലയത്തിന്റെ അരികിൽ അതാ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മോനെയും ഭാര്യയെയും കൊണ്ടുവന്ന് താമസിപ്പിച്ച് തിരിഞ്ഞു നടന്നു ഇറാഖിന്റെ മണ്ണിലേക്ക്.
പിന്നീട് ഒരു അനുവാദം കിട്ടുമ്പോഴാണ് മക്കത്ത് വരുന്നത്. ആ വരുന്ന സമയത്ത് ഖലീലുള്ളയുടെ മനസ്സിലുള്ള ആഗ്രഹം, എന്റെ മകന്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് റബ്ബ് പെർമിഷൻ തന്നില്ലേ, എന്റെ ഭാര്യയുടെ അരികിലേക്ക് പോകാൻ എനിക്ക് അനുവാദം കിട്ടിയല്ലോ, ഇനി അവരോടൊന്നിച്ചൊരു കുടുംബജീവിതം നയിക്കണമെന്ന സ്വപ്നവുമായി ഖലീലുള്ള വീണ്ടും മക്ക രാജ്യത്തേക്ക് വരുമ്പോൾ അള്ളാഹു അടുത്ത കൽപ്പന കൊടുക്കുകയാണ്, ഇബ്രാഹിമേ, കുടുംബജീവിതം നയിക്കാൻ സമയമായിട്ടില്ല, മോനെ അറുത്തോളണം. വല്ലാത്ത പരീക്ഷണം. അങ്ങനെ കത്തിയും കയറുമായി മിനായിലേക്ക് പോകുന്നു. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നു, അറുക്കാതെ തന്നെ രക്ഷപ്പെടുന്നു. റബ്ബ് പകരം ഒരാടിനെ നൽകുന്നു. അങ്ങനെ വീണ്ടും ഇറാഖിലേക്ക് തന്നെ മടങ്ങുക. അനുവാദം കിട്ടുമ്പോഴൊക്കെ മക്കത്ത് വരും, മകനെയും ഭാര്യയെയും കാണും. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇടക്കിടക്കൊക്കെ വരും. അങ്ങനെ ഒരു ദിവസം അതാ മക്കയിൽ വരുമ്പോ തന്റെ മോൻ വിവാഹം കഴിച്ചിരിക്കുന്നു. തന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വരുമ്പോ, പ്രിയപ്പെട്ട പിതാവ് വരുമ്പോ വീട്ടിൽ അതാ മകനില്ല, ഇസ്മായിൽ പുറത്തു പോയിരിക്കുകയാണ്. വീട്ടിലുള്ളത് ഭാര്യ മാത്രമാണ്. പക്ഷെ ഈ ഭാര്യ എന്ത് ചെയ്തു? ഈ വന്നതാരാണെന്ന് അന്വേഷിക്കാൻ ആ പെണ്ണ് ഒരുക്കമായില്ല. ഈ വന്നതാരാണെന്ന് അന്വേഷിച്ചില്ല. ഈ വന്നയാൾക്ക് തന്റെ ഭർത്താവിനോടുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിച്ചില്ല. ഈ വൃദ്ധനായി വന്ന മനുഷ്യൻ, ഈ വയോവൃദ്ധനായ മനുഷ്യനോട് പെരുമാറിയത് മോശമായി പെരുമാറി, വർത്തമാനം നന്നാക്കിയില്ല, നല്ല നിലക്ക് അയാളെ സ്വീകരിച്ചില്ല. വളരെ മോശമായിട്ടാണ് ആ വൃദ്ധനായ തന്റെ പിതാവിനോട്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പിതാവിനോട് ആ പെണ്ണ് പെരുമാറിയത്. നോക്കൂ നിങ്ങൾ, ഖലീലുള്ള അതാ വീട്ടിൽ നിന്ന് വളരെ വേദനയോടെ ഇറങ്ങിപ്പോകുന്നു. ഉപ്പ വന്നു എന്ന വിവരമറിഞ്ഞുകൊണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാം വേഗത്തിൽ വീട്ടിലെത്തുമ്പോ തന്റെ ഉപ്പയെ ഒന്ന് കാണാൻ വേണ്ടി മകൻ വരുമ്പോ ഉപ്പ സ്ഥലത്തില്ല. ഉപ്പ വേഗം പോയി കഴിഞ്ഞിരിക്കുന്നു. ഭാര്യയോട് ചോദിച്ചു, അല്ല ഇവിടെ ഒരാൾ വന്നില്ലേ, അയാൾ എവിടെ പോയി? അയാൾ പോയി, അയാൾ സ്ഥലം വിട്ടു. എന്തേ അയാൾ പറഞ്ഞത്? അയാൾ നിങ്ങളോട് പറയാൻ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താണ് ആ കാര്യം? ഉമ്മറപ്പടി ശരിയല്ലാതെ മാറ്റിവെച്ചോളണം. ഉമ്മറപ്പടി ശരിയല്ലാതെ മാറ്റിവെച്ചോളണം. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന് കാര്യം മനസ്സിലായി. എന്റെ ഉപ്പയോടുള്ള എന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഭയങ്കര തകർച്ച വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ മഹാനായ ഖലീലുള്ള ആ ദുസ്വഭാവിയായ പെണ്ണിനെ വിവാഹമോചനം ചെയ്ത് വേറെ ഒരു വിവാഹം ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. നോക്കൂ നിങ്ങൾ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ സമാധാനമാണ്. ഒരു വീടിന്റെ സമാധാനമാണ്. അത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. നല്ല പെണ്ണിനെ ലഭിക്കുക എന്നത് റബ്ബിന്റെ അപാരമായ അനുഗ്രഹമാണ്. അതുകൊണ്ടല്ലേ നബിതങ്ങൾ പറഞ്ഞത്, അദ്ദുന്യാ മതാഉൻ, ദുനിയാവ് മുഴുവനും വിഭവമാണ് ജനങ്ങളെ. വഖൈറു മതാഇദ് ദുനിയാ, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം ഏതാണെന്നറിയുമോ? അൽ മർഅതു സ്വാലിഹ, നല്ല ഒരു സ്വാലിഹത്തായ പെണ്ണാണ്. നല്ലൊരു ഭാര്യനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അപാരമായ അനുഗ്രഹമാണ്. അത് നമ്മുടെ വീട്ടിലെ സമാധാനത്തിനുള്ള കാരണമാണ്. അതുകൊണ്ടല്ലേ മഹാനായ സക്കരിയ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോ ഈ അനുഗ്രഹം അല്ലാഹു എടുത്തു പറഞ്ഞില്ലേ, പ്രത്യേകമായി എടുത്തു പറഞ്ഞില്ലേ? വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ നന്നാക്കി കൊടുത്തിരിക്കുന്നു. സക്കരിയ അലൈഹിസ്സലാമിന് അല്ലാഹ് കൊടുത്ത അനുഗ്രഹമാണ്. അതുകൊണ്ട് സഹോദരിമാർ ആലോചിക്കണം, എന്റെ വീട്ടിൽ, എന്റെ ഭർത്താവിന്റെ ഭവനത്തിൽ എന്റെ സമീപനം എന്താണ്? എന്റെ സ്വഭാവം എത്ര കണ്ട് കൃത്യമാണ്? ഭർത്താവിനോടുള്ള എന്റെ പെരുമാറ്റം എത്ര കണ്ട് ശരിയാണ്? എന്റെ മക്കളെ വളർത്തുന്നതിൽ ഞാൻ എത്ര വിജയിച്ചിരിക്കുന്നു? എന്റെ വീട്ടിൽ ഒരു സമാധാനമായി നിലകൊള്ളാൻ നല്ല ഒരു പെണ്ണ് എന്ന നിലക്ക് ഞാൻ എത്രത്തോളം എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്? അവിടെ തകരാറ് വന്നാൽ ആ വീട്ടിൽ സമാധാനം പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് സഹോദരിമാർ അവരുടെ ഈമാനിനെ എപ്പോഴും പുതുക്കണം. അവരുടെ ഈമാനിനെ എപ്പോഴും അവർ ഉയർത്തിക്കൊണ്ടുവരണം. എപ്പോഴും വീട്ടിൽ വെച്ചവർ ദിക്റുകൾ പാരായണം ചെയ്യണം, അല്ലാഹുവിനെ ഓർക്കണം. അവന്റെ ഭവനത്തിൽ, വീട്ടിൽ വെച്ച്, ഭർത്താവിന്റെ ഭവനത്തിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യണം. ദീനിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അങ്ങനെ വീട് അതിന്റെ പ്രധാനമായ കണ്ണി എന്ന നിലക്ക് ഭർത്താവ് കഴിഞ്ഞാൽ വീടിന്റെ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിൽ ഒരു പെണ്ണിന് വലിയ പങ്കുണ്ട്. ഇസ്ലാം വീടിന്റെ സമാധാനത്തിന് ആദ്യമായി നിർദ്ദേശിച്ച കാരണം ഇതാണ്.
ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമതായി നമ്മുടെ വീട്ടിൽ സമാധാനം നിലകൊള്ളാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞ കാര്യം ഏതാണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ വീടുകളിൽ അള്ളാഹുവിനെ ഓർക്കണം. നമ്മുടെ വീടുകളിൽ വെച്ച് അള്ളാഹുവിനെ ഓർക്കണം, റബ്ബിനെ ഓർക്കണം. അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളുടെ ഉദാഹരണവും റബ്ബിനെ ഓർക്കാത്ത വീടുകളുടെ ഉദാഹരണവും നബി തങ്ങൾ പഠിപ്പിക്കുന്നത് നോക്കൂ. അള്ളാഹനെ ഓർക്കുന്ന വീട്, അള്ളാഹനെ ഓർക്കാത്ത വീട്. മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹ ഫീഹി, അള്ളാഹുവിനെ ഓർക്കുന്ന ഭവനങ്ങളും വൽ ബൈത്തുല്ലദീ ലാ യുദ്കറുല്ലാഹ ഫീഹി, അള്ളാഹുവിനെ ഓർക്കാത്ത ഭവനങ്ങളും അതിന്റെ ഉദാഹരണം മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. അള്ളാഹനെ ഓർക്കുന്ന വീടുകൾ ജീവനുള്ള വീടുകളാണ്, അള്ളാഹുവിനെ ഓർക്കാത്ത വീടുകളോ ജീവനില്ലാത്ത വീടുകളാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച് അള്ളാഹനെ ഓർക്കണം. അള്ളാഹനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള ഓർമ്മയുണ്ട്. കൽബ് കൊണ്ട് അള്ളാഹനെ ഓർക്കുന്നത് ദിക്റാണ്, നാവ് കൊണ്ട് അള്ളാഹനെ ഓർക്കുന്നത് ദിക്റാണ്. നാവ് കൊണ്ട് എങ്ങനെ അള്ളാഹനെ ഓർക്കുക? അള്ളാഹു പഠിപ്പിച്ച ഒട്ടനവധി ദിക്റുകളില്ലേ, നമ്മുടെ വീട്ടിൽ വെച്ചത് പാരായണം ചെയ്യണം, നമ്മുടെ ഭവനങ്ങളിൽ വെച്ചത് പാരായണം ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആ വീട്ടിലെ അംഗങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും അള്ളാഹനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാകണം. അത് റബ്ബിന്റെ കാരുണ്യം ആ വീട്ടിലുണ്ടാകാനുള്ള കാരണമാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളിൽ പൈശാചികമായ ശല്യമുണ്ടാകില്ലെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. പിശാച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തന്നെ വലിയ സമാധാന അല്ലേ? അതിനെന്താ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്? ശൈത്വാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു സാധനമാണല്ലോ, ഒരു ജീവിയാണല്ലോ, അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖാണല്ലോ. ആ മഖ്ലൂഖിന്റെ പലവിധ ഉപദ്രവങ്ങൾ നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിൽ അവൻ കയറിപ്പറ്റുകയും അവന്റേതായ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതിൽ നിന്നുള്ള ശല്യത്തിൽ നിന്നുള്ള അവന്റെ ഷർറിൽ നിന്നുള്ള പരിഹാരമായി നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ പറഞ്ഞു. സൂറത്തുൽ ബഖറ മുസ്ലിം വീടുകളിൽ പാരായണം ചെയ്യപ്പെടണം. അതിന് ചില ബർക്കത്തുകളുണ്ട്, ആ അധ്യായത്തിന് ചില പ്രത്യേകതകളുണ്ട്. അത് പാരായണം ചെയ്യപ്പെടുന്ന വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തജഅലൂ ബുയൂതകും ഖുബൂറാ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ എന്താക്കരുത്? ശ്മശാനങ്ങളാക്കരുത്. നമ്മളോടാ പറയുന്നത്, നമ്മളോടാ പറഞ്ഞ് നമ്മുടെ വീടുകൾ ശ്മശാനങ്ങളാക്കരുത്. എന്താ ശ്മശാനത്തിന്റെയും കബറിടത്തിന്റെയും ഒക്കെ അവസ്ഥ എന്താ? അവിടെ നിസ്കാരം ഉണ്ടാവില്ല, അവിടെ ഖുർആനോത്തുണ്ടാവില്ല, അവിടെ ആ നിലക്ക് ദിക്റുണ്ടാവില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ മൂഢതയാണ്, അവിടെ എപ്പോഴും പൈശാചികമായ പേടിയാണ്. അതുപോലെ നിങ്ങളെ വീടുകളെ നിങ്ങൾ ആക്കരുത്, ഖബറുകൾക്ക് സമാനമാക്കരുത്. അവിടെ ഖുർആനോത്തില്ലാത്ത അവസ്ഥയുണ്ടായിക്കൂടാ, അവിടെ ദിക്റില്ലാത്ത അവസ്ഥയുണ്ടായിക്കൂടാ, അവിടെ റബ്ബിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത അവസ്ഥയുണ്ടായിക്കൂടാ. അതുകൊണ്ട് തന്നെ ലാ തജഅലൂ ബുയൂതകും ഖുബൂറാ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറിടങ്ങളാക്കരുത്. എന്നിട്ട് പറയാണ് ഇന്ന ശൈത്വാന, ഇനി പറയുന്നത് അടിവരയിട്ടോ, ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് വിരണ്ടോടാതിരിക്കുകയില്ല. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് വിരണ്ടോടുന്നതാണ്. വേറെ ഒരു ഹദീസിൽ കാണാം, വഖറഊ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതണേ, ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ, ഫഇന്ന ശൈത്വാന ലാ യദ്ഖുലു ബൈതൻ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീടുകളിൽ പിശാച് പ്രവേശിക്കുന്നതല്ല. നമ്മുടെ വീടുകളിൽ പിന്നെ റഹ്മത്തിന്റെ മാലാഖമാരെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആർക്കാ ഇതിന് സമയമുള്ളത്? ഇന്ന് ഏത് മുസ്ലിം വീടുകളിലാ ഖുർആനോത്ത് നടക്കാറുള്ളത്? ഖുർആൻ ഓതുന്നതിന് പകരം അല്ല നമുക്ക് തന്ന ആ മഹനീയമായ അനുഗ്രഹമാകുന്ന ഭവനങ്ങൾ, അവിടെ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന പരിപാടികൾ നടക്കുന്നതിന് പകരം പിശാചിനെ സന്തോഷിപ്പിക്കുന്നതാണല്ലോ അല്ല നമുക്ക് തന്ന ഭവനങ്ങളിൽ പലപ്പോഴും നടക്കാറുള്ളത്. അല്ലേ? ഇബിലീസിനെ സന്തോഷിപ്പിക്കുന്നതൊക്കെ വീട്ടിലുണ്ട്. അല്ലേ? ഏതൊക്കെയാ അത്? സംഗീതം ഇബിലീസിന് വലിയ സന്തോഷമാണ്. സംഗീതം ഇബ്ലീസിന് വലിയ സന്തോഷ. അവസാന കാലമാകുമ്പോ എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ സംഗീതത്തിന്റെ പിന്നിലൂടെ സഞ്ചരിക്കും, സംഗീതത്തിന്റെ ലോകത്തേക്ക് അവർ കടന്നു പോകും എന്ന് നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകി. അല്ലെ? ഏത് വീട്ടിലാന്ന്
അല്ലേ? പിശാചിനെ സന്തോഷിപ്പിക്കുന്ന സംഗീതമല്ലാത്തത്. റഹ്മത്തിന്റെ മലക്കുകൾ വരൂ അവിടെ? വരുമോ അവിടെ? ഏത് വീടുകളിലാണ് ഹറാമുകൾ, പിശാചിന് സന്തോഷമുള്ള ഹറാമുകൾ പ്രദർശിപ്പിക്കപ്പെടാത്ത വീടുകൾ? മുസ്ലിമീങ്ങളെ ആലോചിക്കൂ. നമ്മുടെ വീടുകളുടെ കഥയാണ് ഈ പറയുന്നത്, അല്ലേ? പിശാചിനെ സന്തോഷിപ്പിക്കുന്ന നൃത്തങ്ങളും അതേപോലെ തന്നെ അനാവശ്യ രംഗങ്ങളും ശരീരത്തിന്റെ നഗ്നതകൾ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളും ആ നിലക്കുള്ള സീരിയലുകളും ആ നിലക്കുള്ള സിനിമകളും അങ്ങനെയുള്ള സർവ്വ പരിപാടികളും സർവ്വ പ്രോഗ്രാമുകളും നമ്മുടെ വീടിന്റെ സ്വീകരണ റൂമിൽ നമ്മളങ്ങനെ പ്രദർശിപ്പിക്കുമ്പോ അല്ലാഹ് തന്ന ആ ഭവനത്തിൽ സമാധാനമുണ്ടാകുമോ? ആലോചിക്കൂ മുസ്ലിമീങ്ങളെ. ഏതെങ്കിലും ജൂതന്മാർ ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി പടച്ചുവിട്ട ഏർപ്പാട് ഇന്ന് ഏറ്റെടുക്കുന്നത് ആരാണ്? നമ്മളാണ്. നമ്മളാ ഏറ്റെടുക്കുന്നത്, അല്ലേ? ഉള്ള സമാധാനം പോലും നശിപ്പിക്കുകയല്ലേ ഇത് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലുള്ള സമാധാനം നശിപ്പിക്കല്ലേ സിനിമകളും സീരിയലുകളൊക്കെ ചെയ്യുന്നത്? എന്താ സിനിമകളും സീരിയലുകളൊക്കെ നമുക്ക് നൽകുന്ന മെസ്സേജ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏത് സിനിമകൾ എടുത്തു നോക്ക്, ഏത് സീരിയലുകൾ നിങ്ങൾ എടുത്തു നോക്ക്, അതൊക്കെ നമുക്ക് നൽകുന്ന മെസ്സേജ് ഒരേ ഒരു മെസ്സേജാ. എന്താ? എങ്ങനെയെങ്കിലും കുടുംബജീവിതത്തിലുള്ള സമാധാനം തല്ലി തകർക്കണം, ഉള്ള സമാധാനം നശിപ്പിക്കണം, അല്ലേ? ഭാര്യനെ എങ്ങനെ വഞ്ചിക്കാം എന്ന് ഭർത്താവിനെ പഠിപ്പിക്കലാണ് സിനിമയുടെ സീരിയലിന്റെ മെസ്സേജ്. അതേപോലെ ഭർത്താവിന്റെ കണ്ണ് വെട്ടിച്ച് വേറെ ഒരു പുരുഷനോട് എങ്ങനെ അവിഹിത ബന്ധം പുലർത്താം എന്ന് ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് സീരിയലുകളും സിനിമകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ അതിന്റെ പ്രചാരകര് മുസ്ലിമീങ്ങൾ തന്നെ, വേറെ അല്ലാതെ ആരാ? അതിന്റെ പ്രചാരകര് മുസ്ലിമീങ്ങൾ തന്നെ, അല്ലേ? അതിനെ പ്രോത്സാഹിപ്പിക്കാൻ മുസ്ലിമീങ്ങൾ തന്നെ. അതുള്ള സമാധാനം നശിപ്പിച്ചു. സിനിമയും സീരിയലും ഒക്കെ കണ്ട് അത് ഓഫാക്കി ബെഡ്റൂമിൽ വന്നാൽ പിന്നെ ഭാര്യ സൗന്ദര്യം പോരാ. എന്തേ? സിനിമയിൽ കണ്ട നടി എന്റെ ഭാര്യനേക്കാൾ സൗന്ദര്യമുള്ളവളാണ്. ഇതുവരെ അവളുടെ മുഖത്ത് നോക്കിയിരുന്ന പുരുഷന്, ഭർത്താവിന് ബെഡ്റൂമിലെത്തിയപ്പോ ഭാര്യ സൗന്ദര്യമില്ല. കുടുംബജീവിതത്തിന്റെ ആണിക്കല്ല് ഇളകാൻ തുടങ്ങി, അല്ലേ? സിനിമയിൽ സീരിയലിൽ പ്രത്യക്ഷപ്പെട്ട നടൻ എന്തേ എന്റെ ഭർത്താവിനെ പോലെ, എന്റെ ഭർത്താവ് എന്തേ അതുപോലെയാകാത്തത്, എന്റെ ഭർത്താവിന്റെ മോഡൽ പോരല്ലോ. അവിടെ മുതൽ ആ ഭാര്യയുടെ മനസ്സില്ലതാ അസ്വസ്ഥതകൾ അങ്കുരിക്കുകയാണ്. കുടുംബജീവിതത്തിന്റെ ആണിക്കല്ലിളകാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കണേ. ദിക്റുണ്ടായാ പിന്നെ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അള്ളാഹിനെ ഓർത്താൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഖുർആൻ ഓതിയാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ദീനനുസരിച്ച് ജീവിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. അതേപോലെ റഹ്മത്തിന്റെ മാലാഖമാർക്ക് നമ്മൾ ആക്സസ് കൊടുക്കണം വീട്ടിലേക്ക്. റഹ്മത്തിന്റെ മാലാഖമാര് നമ്മുടെ വീട്ടിൽ വരണം. അതിനുള്ള ആക്സസ് എന്താ? നമ്മുടെ വീട്ടിൽ ചിത്രങ്ങളില്ലാതിരിക്കലാണ്, നമ്മുടെ വീട്ടിൽ നായയില്ലാതിരിക്കലാണ്. പ്രത്യേകിച്ച് വേട്ടയാടാൻ ഉപയോഗിക്കുന്ന നായകൾ ഒഴികെ നമ്മുടെ വീട്ടിൽ നായകളില്ലാതിരിക്കലാണ്. വീടിന്റെ ചുമരുകളിൽ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ പ്രദർശിപ്പിക്കാതിരിക്കലാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു, ലാ തദ്ഖുലുൽ മലായിക, മലക്കുകൾക്ക് പ്രവേശനമില്ല, മലക്കുകൾ പ്രവേശിക്കുകയില്ല, ബൈതൻ, ചില വീടുകളിൽ. ഏതാണ് ആ വീട്? ഫീഹി, ആ വീട്ടിലുണ്ട് കൽബുൻ, നായയുണ്ട്, ഔ സൂറ ഔ തസാവീർ, അതല്ലെങ്കിൽ ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങൾ, മരിച്ചുപോയ ഉമ്മാന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ചുമരിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. മരണപ്പെട്ടുപോയ പിതാവിന്റെ ഫോട്ടോ നമ്മുടെ വീടിന്റെ ചുമരിലുണ്ട്. ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ നമ്മുടെ ഷോക്കേസിലുണ്ട്. രൂപങ്ങൾ നമ്മുടെ ഷോക്കേസിൽ പ്രദർശിപ്പിക്കാൻ വെച്ചിരിക്കുന്നു. മുസ്ലിമേ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയോട് നിനക്ക് പ്രതിപത്തിയുണ്ടെങ്കിൽ, അതിനോട് ആദരവുണ്ടെങ്കിൽ, നിനക്ക് റഹ്മത്ത് വേണമെങ്കിൽ അത് എടുത്തു മാറ്റണം. അതെടുത്തു മാറ്റണം. മുസ്ലിമിന്റെ വീടിന്റെ അത് മര്യാദയാണത്. കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കുന്ന ടോയ്സ് കുഴപ്പമില്ല, അതല്ലാതെ പ്രദർശിപ്പിക്കാൻ വെക്കുന്നതെന്തും എടുത്തു മാറ്റണം നമ്മൾ. സഹോദരന്മാരെ, ഇസ്ലാം പഠിപ്പിച്ച സംഗതിയാണ്. രണ്ടെണ്ണം ഞാൻ പറഞ്ഞല്ലോ. ഇനി നോക്കൂ നിങ്ങൾ, അതോടൊപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ഏതാണ്? നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ആരാധനകൾ നിർവഹിക്കലാണ്. സമാധാനം ലഭിക്കാനുള്ള കാരണം അതാണ്. വീട്ടിൽ വെച്ച് നമ്മൾ ആരാധനകൾ നിർവഹിച്ചോളണം. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് സൂചന കാണാം.
നോക്കൂ, ഖുർആനിലെ സൂറത്ത് യൂനിസിലെ 87-ാമത്തെ വചനത്തിൽ കാണാം, വഔഹൈനാ ഇലാ മൂസാ വഅഖീഹി അൻ തബവ്വആ ലിഖൗമികുമാ ബിമിസ്റ ബുയൂതൻ വജഅലൂ ബുയൂതകും ഖിബ്ല വഅഖീമുസ് സ്വലാ വബശ്ശിരിൽ മുഅ്മിനീൻ. മൂസാ നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിനും നാം വഹീ നൽകി. എന്താ നാം വഹീ കൊടുത്തതെന്നോ? അൻ തബവ്വആ ലിഖൗമികുമാ ബിമിസ്റ, മിസ്റിൽ അവരുടെ ജനങ്ങൾക്ക് വേണ്ടി അവര് ഒരുക്കി കൊടുക്കണം ബുയൂത്താ, വീടുകൾ. മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത വഹിയാട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളണം, ഉറങ്ങരുത്. മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത വഹിയാണ്, ഹാറൂൻ നബിക്ക് അല്ലാഹു കൊടുത്ത വഹിയാണ്. എന്ത്? അവരുടെ ജനതയ്ക്ക് വേണ്ടി അവരുടെ മിസ്റിൽ അവര് വീടുകൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് വീടുണ്ടാക്കിയാൽ മാത്രം പോരാ, വജഅലൂ ബുയൂതകും ഖിബ്ല, അവരുടെ വീടുകളിൽ അവര് ഖിബ്ല വെക്കണം, അവരുടെ വീടുകളിൽ അവര് ആരാധന നടത്തണം. വഅഖീമുസ് സ്വലാ, ആ വീട്ടിൽ വെച്ച് അവർ നമസ്കരിക്കണം. അങ്ങനെ വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തോളണം. എപ്പോഴാ അത് പറഞ്ഞത്? എപ്പോഴാ ഈ കൽപ്പന മൂസാ നബിക്ക് അല്ലാഹു കൊടുത്തതെന്നറിയോ? മഹാന്മാരായ പണ്ഡിതന്മാർ അതാ വിശദീകരിക്കുന്നു. ലമ്മഷ്തദ്ദ ബിഹിമുൽ ബലാഉ മിൻ ഖിബലി ഫിർഔന വഖൗമഹു വലയ്യഖു അലൈഹിം, അതാ ഫിർഔനിന്റെ പീഡനം സഹിക്കവയ്യാതെ, ശത്രുവിന്റെ പീഡനം സഹിക്കവയ്യാതെ മിസ്റിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂസാ അലൈഹിസ്സലാമിന്റെ ജനത, ആ കഷ്ടതയിൽ നിന്ന് അല്പമൊന്ന് ആശ്വാസം ലഭിക്കാൻ അല്ലാഹു കൊടുത്ത വഹി ഏതാണെന്നോ? വീട്ടിൽ വെച്ച് ധാരാളം നമസ്കരിച്ചോ, വീട്ടിൽ വെച്ച് ആരാധനകൾ നിർവഹിച്ചോ, വീട്ടിന്റെ ഒരു മൂലയിൽ ഒരു ഖിബലയുണ്ടാകട്ടെ, അങ്ങനെ ആരാധനകൾ വീട്ടിൽ വെച്ച് നിർവഹിച്ചോളണം. പ്രതിസന്ധിയുടെ സമയത്ത് കൊടുത്ത വഹിയായത്, വീട്ടിൽ വെച്ച് ആരാധന നടത്തണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ വെച്ച് ഇബാദത്ത് നടക്കണം. നിർബന്ധ നമസ്കാരങ്ങൾ പുരുഷന്മാര് പള്ളിയിൽ വെച്ച് നിർവഹിക്കാവൂ. എന്നാൽ പിന്നെ നമ്മൾ വീട്ടിൽ വെച്ച് നിർവഹിക്കേണ്ട നമസ്കാരം ഏതാണ്? നമ്മൾ വീട്ടിൽ വെച്ച് നിർവഹിക്കേണ്ട ആരാധന ഏതാണ്? കേട്ടോ, നബി തങ്ങൾ പറയുന്നു, ഖൈറു സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ല സ്വലാത്തുൽ മക്തൂബാ, നിർബന്ധ നമസ്കാരം ഒഴികെ സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക, രാത്രി നമസ്കാരം. അതേപോലെ റവാത്തീബ് സുന്നത്തുകൾ, വേറെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ നിർവഹിച്ചോളണം. അത് വീട്ടിൽ സമാധാനത്തിനുള്ള കാരണമായി ഇസ്ലാം പഠിപ്പിക്കാൻ. ഇനിയോ മറ്റൊരു കാര്യം പറയട്ടെ, വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അത് നമ്മൾ പതിവാക്കണേ സഹോദരന്മാരെ. അതും വീട്ടിലെ സമാധാനത്തിനുള്ള കാരണങ്ങളാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്. ആരാ പ്രാർത്ഥിക്കാറുള്ളത്? വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന, പുറത്തു പോരുമ്പോൾ പ്രാർത്ഥന. എല്ലാ ഹദീസുകളിൽ കാണാം. കേട്ടോ, അതിന്റെ മഹത്വം കേട്ടോ. ഇദാ ദഖലർ റജുലു, ഒരു മനുഷ്യൻ പ്രവേശിച്ചാൽ ബൈതഹു, തന്റെ വീട്ടിലേക്ക് അങ്ങ് കാലെടുത്ത് വെക്കുമ്പോ ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി, പ്രവേശിക്കുന്ന നേരത്ത് അള്ളാഹുവിനെ സ്മരിച്ചാൽ, എന്താ അള്ളാഹിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അങ്ങ് കാലി വെച്ചാൽ, അങ്ങനെ വീട്ടിൽ പ്രവേശിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന നേരത്തും അയാൾ ബിസ്മില്ല പറഞ്ഞു. പ്രവേശിക്കുമ്പോഴും പറഞ്ഞു ബിസ്മില്ല, ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല പറഞ്ഞാൽ ഖാല ശൈത്വാൻ, ശൈത്വാൻ പറയുമത്രേ, ലാ മബീത ലക്കും വലാ അശാ. ശൈത്താൻ പറയുന്നത്, ശൈത്താൻ മറ്റുള്ള ശൈത്താന്മാരോട് പറയും, ഇതൊന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ, ശൈത്താനെ നമ്മൾ കാണൂല ശൈത്താന്റെ രൂപത്തില്. അതുകൊണ്ട് ശൈത്താൻ പറയുന്ന അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ വിശ്വസിച്ചോളണം. ആ ശൈത്താൻ എന്താ പറയാ തന്റെ കൂട്ടാളികളോട്? ലാ മബീത ലക്കും വലാ അശാ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ രാത്രി താമസമില്ല, നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ഇവിടെ ഡിന്നറും ലഭ്യമല്ല. രാത്രി ഭക്ഷണം കിട്ടൂല. ബിസ്മില്ല പറയാണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പിശാച് നമ്മളോട് ഭക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ബിസ്മില്ല പറഞ്ഞോ, വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല പറഞ്ഞോ. ലാ മബീത ലക്കും വലാ അശാ.
ഇനിയോ വഇദാ ദഖല, ആ മനുഷ്യൻ പ്രവേശിച്ചു, ഫലം യദ്കുരില്ലാഹ്, ബിസ്മില്ല ഒന്നും പറഞ്ഞില്ല, പാഞ്ഞു വീട്ടിൽ കയറി, ഓടിക്കയറി. ഇന്ദ ദുഖൂലിഹി, വീട്ടിൽ പ്രവേശിക്കുന്ന നേരത്തെ അത് ആ ബിസ്മില്ല പറയാതെ അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖാല ശൈത്താൻ, ശൈത്താൻ ആ സമയത്ത് പറയും, അദ്റക്തുമുൽ മബീതാ, നിങ്ങൾക്ക് ഇന്നിവിടെ രാത്രി താമസിക്കാം. കാരണം ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അത് ശൈത്താനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. ബിസ്മില്ല പറഞ്ഞു വാതിലടച്ചാൽ പിന്നെ ശൈത്താൻ തുറക്കൂല, ഹദീസിലുണ്ട്. ബിസ്മില്ല പറഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ പിശാചിന് അങ്ങോട്ട് ആക്സസ് ഉണ്ടാവൂല. ശരിക്ക് ശ്രദ്ധിച്ചോളണം. വഇദാലം യദ്കുരില്ലാഹ ഇൻദ തുആമിഹി ഖാല അദ്റക്തുമുൽ അശാ, അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന നേരത്തും അയാൾ ബിസ്മില്ല പറഞ്ഞില്ലെങ്കിൽ പിശാച് പറയും, അദ്റക്തുമുൽ മബീത വൽ അശാ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ രാത്രിയും താമസിക്കാം, രാത്രി ഭക്ഷണവും കഴിക്കാം. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാ. അപ്പൊ നമ്മളൊക്കെ അത് പാലിച്ചിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എത്രയല്ലേ. ഇനി നോക്കൂ നിങ്ങൾ, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് റസൂലുള്ള പറയാണ്, ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക, ആ പോകുന്ന സമയത്ത് ഫഖാല, അയാൾ പറഞ്ഞു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊരാൾ പറഞ്ഞാൽ യുഖാലു ഹീനഇദിൻ, ആ സമയത്ത് പറയപ്പെടും ഹുദീതാ വകുഫീതാ വവുഖീതാ, നിനക്ക് സന്മാർഗം ലഭിച്ചു, നിനക്ക് സംരക്ഷണം ലഭിക്കപ്പെട്ടു. അതാ അവിടെ നിന്ന് പറയപ്പെടുന്നു. ഫതനഹാ ലഹു ശൈത്വാൻ, പിശാച് അവനിൽ നിന്നങ്ങ് മാറി നിൽക്കുന്നു. ഫയഖൂലു ലഹു ശൈത്വാനുൻ ആഖറ, എന്നിട്ട് മറ്റൊരു ശൈത്താനോട് പിശാച് പറയുന്നു, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയാ വകുഫിയാ വവുഖിയാ, സംരക്ഷണം നൽകപ്പെട്ട, റബ്ബിന്റെ സഹായം ലഭിക്കപ്പെട്ട, റബ്ബിങ്കിൽ നിന്ന് ഹിദായത്ത് ലഭിക്കപ്പെട്ട ഒരു മനുഷ്യനെ നിനക്ക് എങ്ങനെ സ്വാധീനിക്കാനാകുമെന്ന് പിശാച് പോലും പരസ്പരം അവന്റെ കൂട്ടാളികളോട് സംസാരിക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷനുകളായതെല്ലാം. അപ്പൊ നമ്മൾ വീടുമായി ബന്ധപ്പെട്ട ദിക്റുകളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കണം. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കുക. വീട്ടിലെ സമാധാനത്തിനുള്ള ഒരു പ്രധാന കാരണം, നമ്മൾ എന്ത് സംഗതി ഉണ്ടെങ്കിലും വീട്ടിൽ ഒന്നിച്ച് എല്ലാവരും ഒരു മേശക്കപ്പുറത്തിരുന്ന് ഒന്ന് കൂടിയാലോചന നടത്തുക എന്ന് പറഞ്ഞാൽ അത് വീട്ടിലെ ഒരു കുടുംബത്തിലെ വലിയ ഒരു സമാധാനത്തിനുള്ള കാരണമാണ്. ഭർത്താവ് ഉദ്ദേശിക്കുന്നത് ഭർത്താവ് അങ്ങ് നടപ്പിലാക്കുകയല്ല, ഭാര്യ ഉദ്ദേശിക്കുന്നത് ഭാര്യ അങ്ങ് ചെയ്യുകയല്ല, മക്കൾ ചെയ്യുന്നത് മക്കളെ ഇഷ്ടപ്രകാരം ചെയ്യുകയല്ല, മറിച്ച് എല്ലാവരും അവർ കൂടിയാലോചന നടത്തുന്നു. അത് കുടുംബത്തിന്റെ കാര്യം മാത്രമല്ല, ഇസ്ലാമിന്റെ ഏത് കാര്യമാണെങ്കിലും കൂടിയാലോചന നടത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങൾ നിങ്ങൾ കൂടിയാലോചന നടത്തുമ്പോൾ അത് മനസ്സുകൾ പരസ്പരം അടുക്കാനുള്ള ഒരു കാരണമാണതെന്ന് ഇസ്ലാം പഠിപ്പിക്കുക. അപ്പൊ വീട്ടിലും കൂടിയാലോചന. അതിലാണ് ഭർത്താവ്, ഞാൻ ഇപ്പൊ ഭാര്യനോട് ഒരു അഭിപ്രായം ചോദിച്ചാൽ അതെന്റെ ഇമേജിനെ ബാധിക്കുമോ എന്ന ചിന്തയൊന്നും വേണ്ട. കുട്ടികളോട് ഞാൻ അഭിപ്രായം ചോദിച്ചാൽ അത് പിതാവാണെന്ന് എന്റെ ആ ഗെറ്റപ്പിനെ ബാധിക്കുമോ? അങ്ങനെയൊന്നും വേണ്ട. പരസ്പരം ഒരുമിച്ചിരുന്നു കൊണ്ട് ഉപ്പയോടും ഉമ്മയോടും പരസ്പരം, അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒന്ന് കൂടിയാലോചന നടത്തണം, അല്ലേ? അത് വലിയൊരു സമാധാനം. ഇപ്പൊ നോക്കി, നിങ്ങൾ മക്കൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രായമേറിയ മാതാപിതാക്കളോട് നമ്മൾ പോയിട്ട് ചോദിക്കുക, ഉപ്പ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ അഭിപ്രായം എന്താ? ഉപ്പ ഒരുപക്ഷെ റോങ് അഭിപ്രായമായിരിക്കാം പറയുന്നത് പ്രായമായതിന്റെ പേരിൽ, പക്ഷേ ആ ഉപ്പ എന്നോട് എന്റെ മോൻ ചോദിച്ചല്ലോ എന്ന വല്ലാത്തൊരു സമാധാനം ആ വാർദ്ധക്യത്തിലെത്തിയ ഉപ്പയുടെ മനസ്സിലുണ്ടാവും. എന്നാലും എൻ്റെ മോൻ എന്നോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്തത്. അങ്ങനെ ഉപ്പ പറയുമ്പോൾ, ഉപ്പ ഒരു അഭിപ്രായം പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം ഉപ്പയെ ബോധ്യപ്പെടുത്താം. അല്ല ഉപ്പ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഇതിനേക്കാൾ ഒന്നുകൂടെ നല്ലത് ഇങ്ങനെയല്ലേ എന്നൊരാലോചന അത് വീട്ടിൽ വല്ലാത്ത ഒരു സമാധാനം ഉണ്ടാക്കും. അത് പ്രായമായവരെ പരിഗണിച്ചു എന്ന ബോധം അവരുടെ മനസ്സിലുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാം ഒരു വളരെ പ്രധാനമായ ഒരു കാര്യമായി പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിലാക്കണം, അസ്വസ്ഥതകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ അഭിപ്രായ വ്യത്യാസം മക്കളുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിച്ചുകൂടാ. അത് വീട്ടിലെ സമാധാനം തല്ലി തകർക്കും, ഒരു സംശയം വേണ്ട. വാപ്പിമ്മ അടികൂടുന്നത് മക്കൾ കണ്ടാൽ ആ മക്കളുടെ ജീവിതത്തിൽ അത് വലിയ സ്വാധീനമുണ്ടാക്കും, യാതൊരു സംശയവുമില്ല. മദ്രസയിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി അധ്യാപകൻ ശിക്ഷിച്ചപ്പോൾ
തെറി വിളിച്ചു. ചെറിയ കൊച്ച് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ വിദ്യാർത്ഥി. എന്തേ മോനെ നീ ഇങ്ങനെ ചെയ്തത്? എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ അടിക്കുമ്പോ ഉമ്മ സാധാരണ ഉപ്പയെ വിളിക്കാറുള്ളത് ഇതാണ് എന്നാണ് ആ മോൻ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ. അപ്പൊ വീട്ടിൽ നിന്നുണ്ടാകുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ശണ്ടയും അഭിപ്രായ വ്യത്യാസവും പരസ്പരമുള്ള കലഹവും ഒരു വീടിന്റെ അടിത്തറ തല്ലി തകർക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ ഇസ്ലാം നിർദ്ദേശിച്ച ഒരു മുസ്ലിമിന്റെ വീടിന്റെ സംസ്കാരങ്ങളാണ്. ഇനിയും ഒരു കാര്യവും കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അത് 2ാം ഖുത്ബയിൽ ഞാൻ സൂചിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ നിയമങ്ങൾ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും കാത്തു സൂക്ഷിക്കുവാനുള്ള സന്മനസ്സും തൗഫീഖും നമുക്കെല്ലാവർക്കും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഇസ്ലാമിൻ്റെ ആദാബുകളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. കൂട്ടത്തിൽ ഒന്നുകൂടെ നിങ്ങൾ അതിനോട് ചേർത്ത് വായിക്കണം. വീട്ടിലെ സർവ്വരഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നവരാകണം ഭാര്യ ഭർത്താക്കന്മാർ. അല്ലെങ്കിൽ അത് ഒരു വീട്ടിലെ സമാധാനം തകർക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള രഹസ്യ ജീവിതം, അതിലെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതേപോലെ വീട്ടിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ രഹസ്യമായത്, മറ്റാരും അറിയാൻ പാടില്ലാത്തത്, അത് മറച്ചു വെക്കണം. അവരുടെ ലൈംഗിക ജീവിതത്തിലെ രഹസ്യങ്ങൾ അത് മറച്ചു വെക്കണം. അവരുടേതായ രഹസ്യ മുറികളിലേക്ക്, അറകളിലേക്ക്, അതല്ലെങ്കിൽ അവരുടെ രഹസ്യ റൂമുകളിലേക്ക് അവരുടെ മക്കൾക്ക് അത്തരം സന്ദർഭങ്ങളിൽ അവർ പ്രവേശനം നൽകാതിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു കാരണവശാലും അവിടെയുള്ള മക്കൾ കാണാതിരിക്കണം. നമ്മൾ വിചാരിക്കും ചെറിയ മോനല്ലേ, ചെറിയ കുട്ടിയല്ലേ, അതത്ര വിഷയമല്ല. പക്ഷെ അത് വലിയ അപകടത്തിലേക്ക് നയിക്കും. വാപ്പയും ഉമ്മയും കിടന്നുറങ്ങുന്നിടത്ത് മക്കളെ ഒന്നിച്ച് കിടത്താതിരിക്കണം. ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളാണ് അല്ലേ? ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേ വിരിപ്പിൽ കിടത്തരുത്. ഇസ്ലാമിന്റെ സുന്ദരമായ നിർദ്ദേശമാണിത്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ സ്വകാര്യ നിമിഷം പങ്കിട്ട ആ അനുഭവങ്ങൾ അവരൊരിക്കലും പുറത്തു പറയരുത്. ഭാര്യയോട് ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുകയും സ്വകാര്യ നിമിഷത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ട് ചില പുരുഷന്മാർ തങ്ങളുടെ സുഹൃത്തുക്കളോട് അത് പങ്കുവെക്കാറുണ്ട്. ഇസ്ലാം അത് ശക്തമായി എതിർത്തിരിക്കുകയാണ്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന മിൻ ശർരിന്നാസി ഇൻദല്ലാഹി മൻസില യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും താഴ്ന്ന പദവിയുള്ള നികൃഷ്ട ജനങ്ങൾ ആരാണെന്നറിയുമോ? നാളെ ആഖിറത്തിൽ ഏറ്റവും മോശപ്പെട്ട ജനങ്ങൾ ആരാണെന്നറിയുമോ? അർറജുലു യുഫ്ലി ഇലാ ഇംറഅതിഹി വതുഫ്ലി ഇലൈഹാ സുമ്മ യൻശുറു സിർറഹാ. ഒരു ഭാര്യ തന്റെ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയിലേക്കും പരസ്പരം ഇഴുകിച്ചേർന്ന് സ്വകാര്യ നിമിഷം പങ്കിട്ടിട്ട് അത് മറ്റുള്ളവരോട് അതിന്റെ രഹസ്യം പറയുന്ന ആ ഭാര്യയേക്കാൾ, ആ ഭർത്താവിനേക്കാൾ മോശപ്പെട്ടവൻ നാളെ ആഖിറത്തിൽ മറ്റാരുണ്ട്? പറയാൻ പാടില്ല അല്ലേ? പറയാൻ പാടില്ല. എത്രയോ ആളുകൾ അവരുടെ സ്വകാര്യ ജീവിതം മൊബൈലിൽ പകർത്തുന്നവരുണ്ട് ഇല്ലേ? മറ്റുള്ളവരുടേതല്ലേ എനിക്ക് കാണാൻ പറ്റാത്തത്, ഞങ്ങളത് കാണാലോ എന്ന് വിചാരിച്ച് സ്വകാര്യ നിമിഷം മൊബൈലിൽ പകർത്തി അല്ലേ? എത്രയോ വൃത്തികേട് ലോകത്ത് സംഭവിക്കാറില്ലേ? ഈ ആധുനിക ലോകത്ത് ചെയ്തുകൂടാ സഹോദരന്മാരെ, ചെയ്തുകൂടാ. നമുക്കറിയില്ല അതിൻ്റെ ഒന്നും ഗൗരവം. ഇന്നത്തെ മൊബൈലിൽ ഒരു ക്ലിപ്പ് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഡിലീറ്റ് ചെയ്താലും അത് പോകില്ല എന്നാ അപ്പോൾ പുതിയ കണ്ടുപിടുത്തം. അത് റീസ്റ്റോർ ചെയ്യാനുള്ള പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ ആവിഷ്കരിച്ച് കഴിഞ്ഞു. നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈലിൽ നമ്മൾ എന്തെല്ലാം വൃത്തികേടുണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളത് വിറ്റുന്ന് കളഞ്ഞു വിചാരിക്ക് മൊബൈൽ. എന്നാലും അതിലുള്ളതൊക്കെ റീസ്റ്റോർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചിരിക്കുക. അതുകൊണ്ട് വേണ്ടാത്തതൊന്നും മൊബൈലിൽ കയറ്റരുത്. വേണ്ടാത്ത രഹസ്യങ്ങളൊന്നും മൊബൈലിൽ വേണ്ട. നമ്മളത് കൊടുത്താൽ, അങ്ങനെ നമ്മളത് വിറ്റൊഴിവാക്കിയാൽ പിന്നെ ഗൂഗിളിൽ കയറിയിട്ട് സ്വന്തം അഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃത്തികേട്, നാം ചെയ്ത വൃത്തികേട് ലോകം കാണും. അവിടേക്കാ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം, രഹസ്യം മറ്റുള്ളവരോട് പറയരുത്. കുടുംബജീവിതത്തിന്റെ രഹസ്യം കാത്തു സൂക്ഷിക്കണം.
നിങ്ങൾക്കറിയോ, വിശുദ്ധ ഖുർആനിൽ ചീത്ത രണ്ട് സ്ത്രീകളുടെ ഉദാഹരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഏതാണ് രണ്ട് സ്ത്രീകൾ എന്നറിയോ? ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്തിൻ കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ ഫസാലിഹൈനി ഫഖാനതാഹുമാ. കാഫിറുകളായ ആളുകൾക്ക് രണ്ട് സ്ത്രീകളുടെ ഉദാഹരണം ഞാൻ വിശദീകരിക്കട്ടെയോ? അല്ലാഹു പറയാ, ഏതാ കാഫിരീങ്ങളായ ആളുകൾക്കുള്ള രണ്ട് ഉദാഹരണം? ഒന്ന് നൂഹ് അലൈഹിസ്സലാമിന്റെ ഭാര്യയും മറ്റൊന്ന് ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയും. രണ്ട് സ്ത്രീകളും പ്രവാചകന്മാരിൽ അവിശ്വസിച്ചു പോയി. എന്തിയാ അവര് ചെയ്തതെന്നറിയോ? ഫഖാനതാഹുമാ, രണ്ടുപേരും പ്രവാചകന്മാരെ വഞ്ചിച്ചു എന്ന് ഖുർആൻ പറയാ. എങ്ങനെയാ വഞ്ചിച്ചത്? നൂഹ് അലൈഹിസ്സലാമിൽ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ തോന്നിവാസിയായ തന്റെ ഭാര്യ, ഒരേ വീട്ടിൽ താമസിക്കുന്ന ഭാര്യ, നൂഹ് അലൈഹിസ്സലാം അറിയാതെ ആ വിവരം ശത്രുക്കൾക്ക് കൈമാറുമായിരുന്നു. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് അലൈഹിസ്സലാമിൽ ഒരാൾ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കൂടെയായാൽ ആ ഭാര്യ ലൂത്ത് അറിയാതെ തോന്നിവാസം ചെയ്യുന്ന ആ സമൂഹത്തോട് പോയി പറയുമത്രേ, ഇതാ എന്റെ ഭർത്താവിന്റെ കൂടെ ഒരാൾ കൂടെ കണ്ണി ചേർന്നിട്ടുണ്ട്. അങ്ങനെ വിവരമറിയുകയും ശത്രുക്കളെ കൊണ്ട് തങ്ങളുടെ ഭർത്താക്കന്മാരെ പീഡിപ്പിക്കാൻ ഇവര് രഹസ്യം ഒറ്റുകൊടുത്തു എന്ന് ഖുർആനിൽ അവരുടെ വിശദീകരണം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഭാര്യയും ഭർത്താവും രഹസ്യം സൂക്ഷിക്കണം. ഇതൊക്കെയാണ് ഒരു കുടുംബജീവിതത്തിന്റെ ഭദ്രത. ഇതൊക്കെയാണ് ഒരു കുടുംബജീവിതത്തിലെ വീട്ടിലെ സമാധാനം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും ജീവിതത്തിൽ പകർത്താനുള്ള മഹാഭാഗ്യം അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. നമ്മുടെ വീടുകളിൽ റബ്ബ് ശാന്തി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തോടൊപ്പം നാളെ ആഖിറത്തിലും റബ്ബിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ചു ചേരാനുള്ള മഹാഭാഗ്യം തന്ന് അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ അജിർനാ മിനൻ നാർ റബ്ബനാ അജിർനാ മിനൻ നാർ റബ്ബനാ അജിർനാ വ അജിർ വാലിദീനാ മിനൻ നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المؤمنين في كل مكان. اللهم تقبل صالح أعمالنا. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل ذنب والغنيمة من كل بر. اللهم إنا نسألك الفوز بالجنة. اللهم إنا نسألك الفوز بالجنة والنجاة من النار. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة إلا قضيتها ويسرتها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.